പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു തആല കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ധാരാളം പറയുന്നത് കാണാൻ കഴിയുന്നു. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് ജന്മം നൽകിയപ്പോൾ ആ ഉമ്മാക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു അറിവ് അല്ലാഹു തആല നൽകുകയാണ്. ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. മൂസ നബിയെ അലൈഹിസ്സലാം, നിങ്ങളുടെ ഉമ്മയിലേക്ക് അതാ നാം ഒരു അറിവ് നൽകുകയാണ്. അതെന്താണ് അറിവ്? പ്രസവിച്ച കുട്ടിയെ ഒരു പെട്ടിയിൽ ആക്കിയിട്ട് ആ പെട്ടിയോടുകൂടെ ആ കുഞ്ഞിനെ പുഴയിൽ ഇടണം എന്നതാണ് അല്ലാഹുവിൻ്റെ ഉത്തരവ്. മൂസാ നബി അലൈഹിസ്സലാമിനെ പടച്ച അതേ റബ്ബിന് എങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകേണ്ടത് എന്ന് അല്ലാഹുവിനറിയാം. അതനുസരിച്ച് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകുകയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെന്തൊരു വിരോധാഭാസമാണ്. കാരണം ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി നദിയിൽ പുഴയിൽ ഇടണം എന്ന് പറയുന്നത് എന്താണിത് എന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കേൾക്കുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയേക്കും. സത്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അതിലൂടെ സംരക്ഷിക്കുകയാണ്. എന്റെ കാരണം അന്ന് ഒരാൺകുഞ്ഞ് ജനിച്ചു എന്ന വിവരം കിട്ടിയാൽ ആ ആൺകുഞ്ഞിനെ കൊന്നുകളയണം എന്ന ഉത്തരവാണ് അന്നത്തെ വലിയ റബ്ബായി ചമഞ്ഞ് നടന്നിരുന്ന ഫിർഔനിന്റെ ഉത്തരവ്. അതുകൊണ്ട് ആ ഫിർഔനിന്റെ കാലാവധിയിൽ, ഫിർഔനിന്റെ ജീവിതകാലത്ത് തന്നെ മൂസാ നബി അലൈഹിസ്സലാമാകുന്ന ആൺകുട്ടിയെ സംരക്ഷിക്കുക എന്ന സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുക്കുകയാണ്. പക്ഷേ ആ സംരക്ഷണത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഒരു പെട്ടിയിലാക്കിയിട്ട് കുഞ്ഞിനെ പുഴയിൽ ഇടണം എന്നാണ് പറഞ്ഞത്. ഒരു പെട്ടിയിലാക്കിയിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി വെള്ളത്തിൽ ഇടണം, പുഴയിൽ ഇടണം. ഇട്ടാൽ എന്താ ചെയ്യാ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാനോട് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട. فليلقه اليم بالساحل يأخذه عدو لي وعدو له. ആ കടൽ ഈ കുട്ടിയെ കരയിലോട്ട് കൊണ്ടുപോയി ഇടും. അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് നൽകുന്ന വിവരമാണ്. ആ കുട്ടിയെ ഈ കടൽ, ഈ വെള്ളം, ഈ പുഴ അത് കരയിലോട്ട് എത്തിക്കും. അങ്ങനെ കരയിലോട്ട് എത്തിച്ചാൽ ആ കുട്ടിയെ എന്റെയും ആ കുട്ടിയുടെയും ശത്രുവായ ഫിർഔൻ ആ കുട്ടിയെ സ്വീകരിക്കും. ആ കുട്ടിയെ സ്വീകരിക്കുമ്പോൾ ഇതൊരു അത്ഭുതത്തിന്റെ കുട്ടിയെന്ന് അതിലൂടെ ആ ഫിർഔൻ മനസ്സിലാക്കിയെടുക്കും. എന്തിനാണ് സുഹൃത്തുക്കളെ ഞാനിത് പറഞ്ഞത്? ജനിച്ച ഒരു കുഞ്ഞിനെ സ്വന്തം ഉമ്മാനോട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇടണം എന്ന് അല്ലാഹു തആല പറയുന്നത് ആ മൂസാ നബി അലൈഹിസ്സലാമിനെ
അല്ലാഹു തആല സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഫിർഔൻ, ആ ഫിർഔനിന് എത്ര ഹിദായത്ത് കൊടുക്കാൻ നോക്കിയാലും ഫിർഔനിന് ഹിദായത്ത് കിട്ടിയില്ല. ഫിർഔൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. ചിലപ്പോ കൂടെ നടക്കുന്ന ആളുകളായിരിക്കും മറ്റേ മൂപ്പരെ പറ്റിക്കുക, അങ്ങനെ ഉണ്ടാവും. ഇയാള് നല്ല ആളായിരിക്കും എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം ഫിർഔൻ നല്ല ആളാണെന്നല്ല. ഫിർഔനിനെ നൗഫൽ സഖാഫി കളസ ചള്ളങ്കയ ഉറൂസിൽ വന്നിട്ട് വെളുപ്പിച്ചു അങ്ങനെ പറയണ്ട. ഫിർഔൻ ആള് മോശം തന്നെയാണ്. ഞാൻ ഞങ്ങളെ നാട്ടിലത്തെ വർത്താനം പറയാം. ഞങ്ങളെ നാട്ടിലെ വർത്താനം പറയുമ്പോ പറയാണ് ഇയാള് നല്ല ആളാണ്, പക്ഷെ ഇയാളെ കൂടെ നടക്കുന്ന കുറച്ച് കുസറാൻ കൊള്ളി ആളുകളുണ്ട്. അതിന് കുസറാൻ കൊള്ളി എന്നാ പറയാം. ഓരിങ്ങനെ മൂപ്പരെ തല തിരിച്ചിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മൂപ്പരെ പിടക്കാക്കും. അങ്ങനെയാണ്. ഇയാളാള് നല്ല മനുഷ്യനാണ്, പള്ളിയോട് സഹകരിക്കാൻ മനസ്സുള്ള ആളാണ്, നാട്ടിൽ നടക്കുന്ന ദീനീ സംരംഭത്തോടൊക്കെ സഹകരിക്കാൻ മനസ്സുള്ള ആളാണ്. പക്ഷെ കൂടെ നടക്കുന്ന ആളുകൾ പറയും നിക്കെന്താ വേറെ പണിയൊന്നില്ലേ, നീ എന്തിനെല്ലാം നിൽക്കുന്നേ, നീ എന്തിന് പൈസ കൊടുക്കുന്നേ, വേറെ ആളുകളല്ലേ ഓര് കൊടുത്തോട്ടെ, നീ എന്തേ എപ്പോഴും നീ എന്നെ കൊടുക്കുന്നെന്തേ, എപ്പോ നീ എന്നെ തുടങ്ങുന്ന എന്തിന്, ബാക്കിയുള്ളവരല്ലേ ഓര് തുടങ്ങക്കെട്ട്, ഓരതും പള്ളിയല്ലേ, ഓരതും മദ്രസ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഓരെ കൊണ്ടാണ് ചില നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പടക്കാതെ. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന് 3 ഓഫർ കൊടുത്തു. ഇസ്ലാമിലേക്ക് വന്നാൽ 3 ഓഫർ കിട്ടൂന്നാ പറഞ്ഞു. 3 ഓഫർ ഉണ്ട് ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ. അതിൽ ഓരോ ഓഫർ എന്താണെന്നറിയോ? ഓരോ ഓഫർ യുവത്വം എപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ആരോട്? ഫിറൗനോട്. നിങ്ങൾ ദീനിക്ക് വന്നെങ്കിൽ മതി, നിങ്ങൾക്ക് ബയസാവൂല, പിന്നെ യുവത്വം എപ്പോഴും നിലനിൽക്കും. അത് ഞങ്ങൾക്കല്ല, ഫിറൗന് കിട്ടിയ ഓഫറാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഇന്ന ആൾക്ക് മാത്രം, എല്ലാവർക്കും ആവുമ്പോ പിന്നെ ഓഫർ ആവൂല. അത് ഫിറൗനിനുള്ള ഓഫറാണ്. എന്താണ് ഓഫർ? ദീനിലേക്ക് വന്നാൽ എപ്പോഴും യുവത്വം നിലനിൽക്കും. യുവത്വത്തെ കുറിച്ചാണ് ഇപ്പൊ നോട്ടീസിൽ ഇങ്ങനെ ഞാൻ വരുമ്പോ ഇങ്ങനെ നോക്കി, എന്താ നോക്കുമ്പോ എന്തോ ഒരു യുവത്വം എന്ന് ലാസ്റ്റ് അങ്ങനെ ഒരു യുവത്വം കണ്ടു. വിഷയം അരുതായ്മകൾക്ക് പിന്നാലെ ഓടി തീർക്കുന്ന യുവത്വം. അതിനാ അപ്പൊ ഈ യുവത്വം ഒരിക്കലും നഷ്ടപ്പെടൂല, വാർദ്ധക്യമുണ്ടാകൂല എന്ന ഒരു ഓഫർ നൽകി. ആർക്ക്? ഫിറഔനിന്. ആര്? മൂസാ നബി അലൈഹിസ്സലാം. ഒന്നതാണ്. 2, നിങ്ങൾ ദീനിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരു അധികാരം കിട്ടും. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ നിനക്ക് ഫിറഔനിന് ഒരു അധികാരം കിട്ടും. ആ അധികാരം മരിച്ചാൽ മാത്രമേ നീങ്ങുള്ളൂ. അതുവരെ ആ അധികാരം നിലനിൽക്കും. വേണമെങ്കിൽ ബാ ഇസ്ലാമിലേക്ക് എന്ന് ഫിറഔനെ ക്ഷണിച്ചു കലീമുല്ലാഹി മൂസ. അങ്ങനെയുണ്ട്. ചില ബടക്കന്മാരൊക്കെ നന്നാക്കണമെങ്കിൽ കുറച്ച് ഓഫർ കൊടുത്തിട്ടേ അടുപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഫിറഔനിന് 2 ഓഫർ കൊടുത്തു. 3ാമത്തെ ഒരു ഓഫർ പറഞ്ഞു, എത്ര കഴിച്ചാലും, എത്ര കുടിച്ചാലും, എത്ര കല്യാണം കഴിച്ചാലും ഭക്ഷണത്തിന്റെ രുചി കുറയാത്ത ഒരവസ്ഥ. പാനീയ വെള്ളം കുടിച്ചാൽ, ജ്യൂസ് കുടിച്ചാൽ അതിന്റെ രുചി നഷ്ടപ്പെടാത്ത ഒരവസ്ഥ. എത്ര കല്യാണം കഴിച്ചാലും മടക്കൂല. അങ്ങനെയുള്ളൊരു പ്രത്യേകമായ ശാരീരിക ആരോഗ്യം നിനക്ക് കിട്ടും. വരുന്നെങ്കിൽ പാന്നാറ്. ഈ 3 ഓഫർ കിട്ടിയാൽ ഇസ്ലാമിക്ക് വരാത്തവൻ ആരെങ്കിലും ഉണ്ടാ? മനുഷ്യന്മാരെ, ഞങ്ങ ഇപ്പോ പണ്ടല്ല ഏത് സൈസ് തീറ്റോ തിണ്ടുകൊണ്ടുണ്ടായത്, ഏത് സൈസ് ഭക്ഷണം, ഏത് സൈസ് യോ റബ്ബന. ഇന്നിപ്പോ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പൊ കൈന്നില്ല അവസ്ഥ. ഇപ്പൊ പറയലങ്ങനെ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ഓരോരുത്തർ പറയാണ്, എൻ്റെ ബാല്യത്തില്, ഞാൻ ബാല്യക്കാരനായിരുന്ന സമയത്ത് ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇനി എടുക്ക് കഴിയുന്നേ? കഴിക്കേണ്ടതെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞു. ഇനി എവിടേക്ക് കഴിക്കാൻ കഴിയണത്? കഴിയണില്ല. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം ഫിറൗനോട് പറഞ്ഞു, ദീനിക്ക് വന്നെങ്കിൽ 3 ഓഫർ ഉണ്ട് നിനക്ക്. 1, യുവത്വം നഷ്ടപ്പെടൂല.
2, അധികാരം മരിച്ചിട്ടേ നീങ്ങുള്ളൂ, അതുവരെ അധികാരം ഉണ്ടാവും. ആര് അധികാരം എടുക്കാൻ നോക്കിയാലും അധികാരം നീങ്ങൂല. 3, ഭക്ഷണം കഴിച്ചാലുള്ള രുചി നഷ്ടപ്പെടൂല, പാനീയത്തിന്റെ രുചി നഷ്ടപ്പെടൂല, എത്ര കല്യാണം കഴിച്ചാലും മടുക്കൂല. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ പ്രായം കുറഞ്ഞവരാണെങ്കിൽ അവർക്ക് മംഗലാവാൻ ആഗ്രഹം ഉണ്ടാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവിടുന്ന് മുണ്ടൂല, ഒറ്റക്ക് വിളിച്ചിട്ട് ചോദിക്കും. ചിലപ്പോൾ എന്തിനാ അങ്ങനെ ചോദിച്ചേ, പൊതുമീറ്റുണ്ടാ? ഇവിടെ ഇപ്പം ഇന്ത്യ പ്രശ്നമാവും. കാരണം ഭാര്യന്റെ ഒപ്പരാണ് വേള കേൾക്കാൻ വേണ്ടി വന്നത്. ചിലപ്പോൾ ഞാൻ ചോദിക്കും, എന്ത് പേരും ചോദിക്കും. അപ്പൊ പിന്നെ അവിടുന്ന് മോള് മനസ്സിലാക്കും, എന്റെ മാപ്പിളൊക്കെ വീണ്ടും മംഗലാവാനുള്ള പൂതിയ അല്ലേ. അതേ സമയത്ത് ഇതങ്ങനല്ല, എത്ര കല്യാണം കഴിച്ചാലും മടുക്കൂല. ഈ 3 ഓഫർ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിനങ്ങ് കൊടുത്തിട്ട് ഫിർഔനിനോട് ഇസ്ലാമിലേക്ക് വരാൻ ക്ഷണിച്ചു. പക്ഷേ ഫിർഔനിന് വല്ലാത്തൊരാഗ്രഹം തോന്നിയത്, നല്ല രസമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയാലോ, കിട്ടുന്ന ഓഫർ ഒരാൾക്കും തരാൻ പറ്റാത്ത ഓഫറാണ്. അതുകൊണ്ട് ഒന്ന് പോയി നോക്കിയാലോ എന്ന് നോക്കുമ്പോ ഫിർഔന് എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടെ നടക്കുന്ന ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പേരാണ് ഹാമാൻ. ഹാമാനോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലാതെ ഫിർഔനൊരു തീരുമാനം എടുക്കൂല. ഫിർഔന് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഹാമാനോട് ചോദിച്ചിട്ടല്ലാതെ തീരുമാനമെടുക്കൂല. ഹാമാന് വന്നു, ഹാമാൻ പേരെടുക്കോ പോയതായിരുന്നു. പോയ ഹാമാന് തിരിച്ചു വന്നു. ആ ഹാമാന് തിരിച്ചു വന്നപ്പോൾ ഹാമാനോട് ഇങ്ങനെ സംഗതി പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാമിന്റെ ദീനിക്ക് വിളിക്കുന്നുണ്ട്, പോയെങ്കിലും 3 സമ്മാനമുണ്ട്, 3 ഓഫർ. ഹാമാന് ചോദിച്ചു, എന്താണ് 3 ഓഫർ? ചില്ലറ ഓഫർ ഒന്നുമല്ല, പറഞ്ഞു കൊടുത്തു ഓഫർ. ഇത് കേട്ട ഉടനെ ഹാമാന് പറഞ്ഞു, ഓ ഫിർഔൻ, അതേ കുന്തു അറാ അന്ന ലക അഖലൻ വറഅയൻ, ഞങ്ങൾ വിചാരിച്ചത് നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ നീ ഈ ഓഫർ കേട്ടിട്ട് മൂസ നബി അലൈഹി സ്വലാമിന്റെ പിന്നാലെ പോവാണെങ്കിൽ നിനക്ക് തീരെ ബുദ്ധിയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തേ കാരണം? അന്തൽ ആൻ റബ്ബ്, ഇപ്പൊ നീ ഒരു റബ്ബായിട്ടാണുള്ളത്. ഫിർഔൻ എന്ന് പറഞ്ഞ ആരാണ്? ഫിർഔൻ എന്ന് പറഞ്ഞ ഫിർഔൻ പറഞ്ഞു നടന്നത് ഫിർഔൻ ഒരു റബ്ബ് എന്നാണ്. ഹാമാൻ പറഞ്ഞു, ഫിർഔനെ ഇപ്പൊ നീ ഉള്ളത് ഒരു റബ്ബായിട്ടാണ്. ഇനി നീ എങ്കാലും മൂസ നബി അലൈഹി സ്വലാമിന്റെ പിന്നാലെ പോയാൽ തുരീദു അൻ തകൂന മർബൂബാ, നീ വേറൊരു റബ്ബിന്റെ അടിമയായിട്ടാണ് പോകുന്നത്. ഇപ്പൊ നീ ഒരു റബ്ബായിട്ടല്ലേ ഉള്ളൂ. ഇനി ഫിർഔനാകുന്ന നീ മൂസ നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടിട്ട് നീ ഇസ്ലാമിന് പോയാലോ വേറൊരു റബ്ബിന്റെ അടിമയായിട്ടാണ് നീ വരുന്നത്. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നീ ചിന്തിച്ചാ മതി. നീ റബ്ബായിട്ട് തന്നെ നിക്കണോ അതല്ല വേറൊരു റബ്ബിന്റെ അടിമയായിട്ട് നിക്കണോ എന്ന് നീ ചിന്തിച്ചാ മതി. ഹാമാന്റെ വർത്താനം കേട്ടപ്പോ ഫിർഔന് മൂസ നബി അലൈഹി സ്വലാം കൊടുത്ത ഈ 3 ഓഫർ അങ്ങ് മറന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തൽക്കാലം റബ്ബായിട്ട് തന്നെ ഉണ്ടായാൽ മതി, ഞാൻ എന്നെ റബ്ബ്, ഞാൻ പിന്നെ റബ്ബിന്റെ അടിമയാകൊന്നും വേണ്ട, ഞാൻ തന്നെ റബ്ബ് എന്ന് പറഞ്ഞു. ഹിദായത്ത് സുഹൃത്തുക്കളെ, അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ഞങ്ങൾക്ക് വെറുതെക്കല്ല പറഞ്ഞ്. ഫിർഔനിന് പോവാൻ തോന്നിയപ്പോഴും ഹാമാൻ വിട്ടിട്ടില്ല. അതാ നേരത്തെ പറഞ്ഞ കൂടെ നടക്കുന്ന കുസ്രാങ്കൊള്ളികൾ ഉണ്ടാവും, ഓർമെല്ലെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മെല്ലെ ബെടക്കാക്കിയിട്ടെടുക്കും. എന്നാൽ ഈ ഹിദായത്ത് അത് വെറുതെ കിട്ടൂല. ഹിദായത്ത് കിട്ടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ അധ്വാനം വേണം. വലിയ സ്ഥാനം ലഭിക്കണോ അതിന് വലിയ അധ്വാനം വേണം. ചെറിയ അധ്വാനം വേണമെന്നില്ല, വലിയ അധ്വാനം വേണം. എന്നാൽ ഇസ്സത്ത് ദില്ലത്ത് 2 സംഗതിയുണ്ട്. ഒന്ന് ഇസ്സത്താണ്, എല്ലാരുടെ ഇടയിൽ ഇസ്സത്ത് ഉണ്ടാകും. മറ്റൊന്ന് നിന്യത, എല്ലാരെയും ഇടയിൽ നിന്യതയാണ്. ആരും അവനൊരു ബലം വെക്കൂല. ഇത് രണ്ടും പിന്നെ ഓപ്പോസിറ്റ് വേർഡുകളാണ്, പദങ്ങളാണ്. എങ്ങനെയാണ് ഈ ഇസ്സത്ത് കിട്ടുക? ഇസ്സത്ത് കിട്ടാൻ ഒരു സംഗതിയുണ്ട്. എങ്ങനെയാണ് ദില്ലത്ത് കിട്ടുക? ദില്ലത്ത് എന്ന് പറഞ്ഞ നിന്യത. ആ നിന്യത ഉണ്ടാകുന്നതിനും ഒരു കാരണമുണ്ട്. അതാണ് മഹാന്മാർ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു
ഇത് മഹാന്മാരുടെ സദസ്സാണല്ലോ, ഔലിയാക്കളുടെ ഉറൂസിന്റെ ചടങ്ങാണല്ലോ. ഓ സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല മഹാനവരുകൾക്ക് വലിയ ഇസ്സത്ത് കൊടുത്തു. അക്കാലത്ത് ജീവിച്ചവർക്കിടയിൽ അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്തു, വലിയ ഇസ്സത്ത് കൊടുത്തു, വലിയ ആദരവ് നൽകി ബഹുമാനിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് അത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം, വലിയ ഇസ്സത്ത് കിട്ടാനുള്ള കാരണം, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ പേര് കേൾക്കുമ്പോഴേക്ക് ജനങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. അക്കാലത്ത് എത്രയോ ആളുകൾ ജീവിച്ചിരുന്നിട്ടോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾക്ക് അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്തു. എന്തേ ആ ബഹുമാനം കൊടുക്കാൻ കാരണം? ചരിത്രത്തിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾക്ക് ഒരു സ്വഭാവം. എന്താണ് സ്വഭാവം? ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ചര്യ ജീവിതത്തിൽ ധാരാളം പതിവാക്കിയിരുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ മഹാൻ സുന്നത്ത് കൊണ്ട് വലിയ പദവി ലഭിച്ചു. സുന്നത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അവിടുന്ന് മഹാനവരുകൾ ചെറുതായി കാണൂല. സുബ്ഹാനല്ലാഹ്, സുന്നത്താണോ? റമളാൻ കഴിഞ്ഞില്ലേ? റമളാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല. റമളാൻ മാസം കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ ചള്ളംകയത്ത് അറിഞ്ഞിട്ടേ ഇല്ല അല്ലേ? വന്നതും അറിഞ്ഞിട്ടില്ല, പോയതും അറിഞ്ഞിട്ടില്ല. ഇരിക്കണ ഇരിപ്പ് കണ്ട. അപ്പൊ ഓരോരുത്തർ ചിന്തിക്കുകയാണ്, എപ്പോ റമളാൻ വന്നേ? ഒരു 3 മാസം മുമ്പ് റമളാൻ വന്നു പോയത് അറിഞ്ഞ? 6 മാസമായില്ലേ? അത് ശരി. ഒരു പറയാ, ഉസ്താദ് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ, 3 മാസമല്ല 6 തിങ്ങോ ആയി. ഒന്നും ആയില്ല കഴിഞ്ഞ മാസം. ഇപ്പൊ ഇത് ശവ്വാലാണ്. എന്നാലേ ആ റമളാന് 1 മാസം ഞങ്ങൾ നോമ്പ് നോറ്റു. അള്ളാഹു ഞങ്ങളെ നോമ്പുകളൊക്കെ സ്വീകരിക്കട്ടെ. പള്ളി പരിസരത്തുണ്ടായ ഈ വത്തക്കന്റെ തോല്, എന്താണ് വത്തക്കാന്ന്, എന്തായാലും വരെ വത്തക്കാന്നല്ലേ, അതിന്റെ തോലൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ആ കറുത്ത വിത്തില്ലേ, ഇതിനെന്താ പറയുക, വിത്ത് തന്നെ വരെ, വിത്ത് അല്ലേ, അതൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ എവിടെ? ഞാൻ മെല്ലെ ഇങ്ങനെ ഇവിടെ തന്നെയല്ലേ പള്ളി. ഞാൻ മെല്ലെ ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി സൈഡിൽ വല്ല വത്തക്കന്റെ തോലോ പിന്നെ അതോ അല്ലെങ്കിൽ വത്തക്കന്റെ വിത്തൊക്കെ കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഒക്കെ വൃത്തിയാക്കി മാറ്റി. അപ്പൊ നോമ്പ് തുറക്കണ സമയത്ത് ഉണ്ടാകണ ആ ഒരു ആവേശം കഴിഞ്ഞ മാസമായിരുന്നു, അത് റമളാനിലെ. അപ്പൊ ഇപ്പൊ ശവ്വാലാണ്. ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം നോമ്പ് സുന്നത്തുണ്ടായിരുന്നു അല്ലേ? അല്ലേ? ഒരു 6 ദിവസം, ശവ്വാലിന്റെ 6 ദിവസം നോമ്പ് സുന്നത്തായി. ഞങ്ങളെ നാട്ടില് സാക്കി നോമ്പ് എന്നാ പറയാ. ഇവിടെ എന്താ പറയാ? ബലി നോമ്പ് അല്ലേ? ബൈ നോമ്പ്. ബൈ നോമ്പ് അങ്ങനെയാണ്. അതിന് ഞങ്ങളെ നാട്ടില് ബലി നോമ്പ് എന്നും പറയും, രണ്ടെന്നും പറയും. ബ്യാരയിൽ, നക്കിണിക്കിൽ, എന്റെ ഭാഷയിൽ സാക്കി നോമ്പ്, ബലി നോമ്പ്. നിങ്ങൾ ബൈ നോമ്പ് എന്ന് പറയും. ബയ്യ റമളാന്റെ ബയ്യ വരുന്ന ആ നോമ്പ് ബൈ നോമ്പ്. അങ്ങനെ. അപ്പൊ അങ്ങനെയാണ്. അപ്പോ റമളാൻ എല്ലാം കഴിഞ്ഞു. 2 ആള് പള്ളിക്ക് വന്നു. റമളാന്റെ പിറ്റേന്ന് ശവ്വാൽ 1 ചെറിയ പെരുന്നാളാണല്ലോ, ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ഒരു 6 ദിവസം തുടരെ നോമ്പ് നോക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ 2 ആള് പള്ളിക്ക് വന്നു. ഒരാൾക്ക് നോമ്പുണ്ട്. ഏത് നോമ്പ്? ഈ ബയ്യ നോമ്പ്, ഈ ബൈ നോമ്പ്. ഈ നോമ്പുണ്ട് ഒരാൾക്ക്. പിന്നെ ഒരാൾക്ക് നോമ്പില്ല. അപ്പൊ നോമ്പുള്ള ആള് പറഞ്ഞ് എനിക്ക് നോമ്പുണ്ടെന്ന്. അപ്പൊ വേറെ ആളോട് ചോദിച്ചു, നിനക്കോ? എനിക്കില്ല. പിന്നെ അതിങ്ങനെ ഉണ്ടല്ലേ? അയാൾ പറയുന്നത് ന്യായം. ഇങ്ങനെ ഉണ്ടല്ലേ? എങ്ങനെ? ശവ്വാൽ തീർന്നതിന് മുമ്പ് നോക്കിയെങ്കിൽ മതിന്നുണ്ടല്ലേ? അങ്ങനെ ഉള്ളവർക്ക് മാത്രം, അതില്ലാത്തല്ല, ഉള്ളത് തന്നെ. ഏത് തുടരെ 6 നോക്കി തീർക്കണത് ഏറ്റവും നല്ലതാണ്. എങ്കിലും അതിന് കഴിഞ്ഞില്ലെങ്കിലും ശവ്വാല് അവസാനിക്കണതിന് മുമ്പെങ്കിലും നോറ്റാ മതി. അത് ഉള്ളതൊക്കെ തന്നെ. അങ്ങനെ ഇയാൾ പറഞ്ഞു. പറഞ്ഞിട്ട് പോയ ആള് ഇപ്പൊ ശവ്വാല് 16, 17 എല്ലാം കഴിഞ്ഞ് ഇതുവരെ അയാൾ സുന്നത്ത് ഒരു നോമ്പ് നോക്കിയിട്ടില്ല. അത് ഏതാള്? ഏത്? ശവ്വാല് തീരുന്ന മുമ്പ് നോക്കിയാ മതി എന്ന് പറഞ്ഞ ആളില്ലേ? അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ അപ്പ പിടിക്കുന്നതാണ് അതിന്റെ അർത്ഥം, തീരുന്ന മുമ്പ് പിടിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഇത്തരെല്ലാം കഴിഞ്ഞിട്ടും അയാൾ ശവ്വാലിന്റെ ഒരു നോമ്പ് നോക്കിയിട്ടില്ല.
അള്ളാഹു ഞങ്ങൾക്ക് നല്ല ബോധം തരട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് നല്ല ബോധം തരട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നോറ്റെങ്കിൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇപ്പോഴും കാല മിഞ്ചു ഹോകലില്ല. കന്നഡ ഉണ്ട് അവിടെ? കന്നഡ ഉണ്ടാ? ഉണ്ടല്ലോ. നോട്ടീസിന്റെ ബാക്കിൽ കന്നഡ ഉണ്ടെങ്കിൽ അപ്പൊ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. നോട്ടീസ് ഞാൻ എപ്പോ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, അങ്ങനെ മറിച്ച് നോക്കും. അപ്പൊ ഇപ്പുറം മലയാളം അപ്പുറം കന്നഡ ഉണ്ടെങ്കിൽ കുറച്ച് കന്നഡ ഗൊത്തുണ്ടു എന്ന് അതിന്റെ അർത്ഥം. കുറച്ച് കന്നഡ ഒക്കെ ഉണ്ട് എന്നാണ്. അപ്പോ എന്നാലും യുവത്തികു കാലം മിഞ്ചു ഹോകലില്ല. ശവ്വാല് തീർന്നിട്ടില്ല, ഇനി മനസ്സ് കാണിക്കാം. 6 ദിവസം ഒരു നോമ്പ്, ശവ്വാലിലെ 6 നോമ്പ് നോറ്റാൽ, റമളാനിന്റെ കൂടെ ശവ്വാലിലെ 6 നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? എന്താ നേട്ടം? ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു ഖാല റസൂലുള്ളാഹി. ഓന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്ന് പുറത്തു വരും, എല്ലാ തെറ്റുകളിൽ നിന്നും പുറത്തു വരും. എങ്ങനെ പുറത്തു വരും? ഓന്റെ ഉമ്മ ഓനെ പ്രസവിച്ച ദിവസം പോലെ. അന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ഈ കുട്ടിക്ക്? ഇല്ല. അതുപോലെ അവന്റെ എല്ലാ തെറ്റുകളിൽ നിന്നും പുറത്തു വരൂ. അതാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സുന്നത്ത് ധാരാളം ജീവിതത്തിൽ നിത്യമാക്കുന്നവരാകണം. സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് അല്ലാഹു വലിയ ഇസ്സത്ത് കൊടുക്കും, വലിയ ഉയർച്ച കൊടുക്കും. എന്തുകൊണ്ട്? അത് ആരുടെ സുന്നത്താണ്? ആ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. ഇനി നിങ്ങൾ നേരെ മറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ചില ആളുകൾക്ക് അല്ലാഹു തആല നിന്യത കൊടുക്കൂ. ആ നിന്യത കൊടുക്കിട്ടണമെങ്കിൽ കുറെ അങ്ങ് അധ്വാനിക്കണമെന്നില്ല. അല്ലാഹു തആല ബഹുമാനിച്ചവരെ ഒന്നീകഴ്ത്തിയാ മതി. ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനർ, അവർ അല്ലാഹു തആല ബഹുമാനിച്ച മഹാനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ആ മഹാന് അല്ലാഹു വലിയ ബഹുമാനം നൽകിയപ്പോൾ അവരെ ഒന്ന് നിന്ദിച്ചാൽ മതി, അവരെ ഒന്ന് ഇകഴ്ത്തിയാൽ മതി. എല്ലാ നിന്ദതയും ഇവന് കിട്ടിപ്പോയി. ഫിർഔനിനെ കണ്ടില്ലേ ജനങ്ങളെ നിങ്ങള്? ആ ഫിർഔന് എത്ര വലിയ പ്രതാപിയായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഫിർഔൻ എല്ലാ അർത്ഥത്തിലും നിന്യനായി പോയല്ലോ. എന്തുകൊണ്ടാണ് ഫിർഔന് നിന്യനായി പോയത്? ബിസബബി തക്ദീബി മൂസാ അലൈഹിസ്സലാം. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ കള്ളമാക്കിയില്ലേ ഫിർഔൻ? മൂസ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാതിരുന്നില്ലേ ഫിർഔൻ? ആ മൂസ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാതെ മൂസ നബി അലൈഹിസ്സലാമിനെ നിന്ദിച്ചപ്പോൾ ഫിർഔനിന് അല്ലാഹു തആല നിന്യത കൊടുത്തു. പിന്നീട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഫിർഔനിന് പരാജയം തന്നെ, ഫിർഔനിന് നിന്യത തന്നെ. ആ ഫിർഔനിനെ കുറിച്ചല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്? വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ. ആ ഫിർഔനിനെ കാണിക്കാത്ത ഒരു ദൃഷ്ടാന്തവുമില്ല. ആ ഫിർഔനിന് അല്ലാഹു തആല എല്ലാ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഫിർഔനിനെ ഒന്ന് ഹിദായത്തിലേക്ക് വിളിച്ചതാണ്. പക്ഷേ ഫിർഔനോ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഫകദ്ദബ വഅബാ. ഫിർഔൻ അതൊന്നും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവിശ്വസിച്ചല്ലോ, സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, വിസമ്മതിച്ചല്ലോ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ഓരോ മുഅ്ജിസത്ത് ഇങ്ങനെ കാണിക്കുമ്പോ ഫിർഔൻ അപ്പപ്പൊരു ന്യായം. എന്താ ഫിർഔൻ പറഞ്ഞ ന്യായം? ഖാല അജഇതനാ ലിതുഖ്രിജനാ മിൻ അർളിന ബിസിഹ്രിക യാ മൂസാ. ചോദ്യാണ് മൂസ നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ ഇങ്ങനെ കുറെ സിഹിറെല്ലാം കാണിച്ചിട്ട് ഞങ്ങളെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ പുറത്താക്കാൻ നോക്കുകയാണോ? കുറെ സിഹിറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അതാ
മൂസാ നബി അലൈഹിസ്സലാം കാണിച്ച മുഅ്ജിസത്തിനെ കുറിച്ച് ഫിർഔൻ പറയുന്നത് അത് മുഅ്ജിസത്തല്ല, മറിച്ച് സിഹ്റാണ് എന്നാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ ഫിർഔനിന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്തായിരുന്നു? സിഹ്റായിരുന്നു. ആ സിഹിറിനെയും പേരിട്ടാണ് ചില മുഅ്മിനീങ്ങൾ നിറഞ്ഞെടുക്കുന്ന ആളുകൾ ഇപ്പൊ സിഹിറിന്റെ ബേക്കിൽ പോകുന്നത്. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടായാൽ മതി. ഞാനിത് വെറുതെ പറയല്ലോ. ഞാനിങ്ങനെ എനിക്ക് വേദില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. ഞാനപ്പം മെല്ലെ ഇങ്ങനെ ഒന്ന് മൊബൈൽ തുറന്നു. ഇവിടെ അല്ല, ഞാനപ്പോൾ ഗൾഫിലായിരുന്നു 2 ദിവസം മുമ്പ്. ഞാൻ ഇന്നലെ രാവിലെ എത്തിയതാ. ഇന്നലെ രാത്രി കണ്ണങ്കാർ മഖാം ഉറൂസ് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇനിയിപ്പോ നാളെ ആരിക്കാടി കടവത്ത് ഉറൂസാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോ ഏതോ ഒന്നിന്റെ കമന്റില്, എന്റെ വേളൊന്നുമല്ല, വേറെ ഏതോ ഒന്നിന്റെ കമന്റിലുണ്ട്, എന്റെ ജ്യേഷ്ഠന് അറ്റാക്ക് വന്നിട്ട് മരിക്കാൻ ദ്വാരക്കണോ. നിങ്ങളെന്താ ഒന്നും അനങ്ങാത്തെ? പറഞ്ഞ മനസ്സിലായില്ലല്ലേ? എന്റെ ജ്യേഷ്ഠന്, ഈ എഴുതുന്ന ആള് എഴുതുകയാണ്, അയാളെ ജ്യേഷ്ഠൻ എന്നാ അതിന്റെ അർത്ഥം. എന്റെ ജ്യേഷ്ഠന് അറ്റാക്ക് വന്നിട്ട് മരിക്കാൻ വേണ്ടി ദ്വാരക്കണോ ഉസ്താദേന്ന്. അള്ളാഹു അത് ചിലപ്പോ വെറുതെ തമാശ എഴുതിയാണ്. എന്നാലും അങ്ങനൊക്കെ ഒരു തമാശ കമന്റ് ബോക്സിൽ എഴുതാനുള്ളതാ. ജ്യേഷ്ഠന് അറ്റാക്ക് വന്നിട്ട് മരിക്കാൻ ദ്വാരക്കണോന്ന് പറഞ്ഞു. അള്ളാഹു അയാൾക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ഞാനിത് വെറുതെ പറയല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ ഫിർഔന് സ്വീകരിച്ച എന്തൊരായുധമാണോ അതിനാണ് സിഹിർ എന്ന് പറഞ്ഞത്. ആ സിഹിറിന്റെ പിന്നാലെയാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ. അവരതിന്റെ ബേക്കിൽ പോകണം. സിഹിർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടമാണ്! അത് ചെറിയ അപകടമൊന്നുമല്ല, വലിയ അപകടമാണ്. സിഹിർ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അപകടമാണ്. ആ സിഹിർ ചെയ്യുന്ന ആളെ കുറിച്ച് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞൊരു കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ചില താത്തമാരുണ്ട് അതിന്റെ പിന്നാലെ പോണ ആളുകൾ. താത്തമാരെന്ന് പറഞ്ഞാല് ഇഞ്ഞമാര്. ഇവിടെ ഇഞ്ഞ പിഞ്ഞാനൊന്നല്ല, ഇഞ്ഞന്നല്ല വരാ, ഇഞ്ഞന്നല്ല വരാ. അങ്ങനെ തന്നെ ആണോ? ആണെങ്കിലാണെന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ അല്ലായിരുന്നു ആണ്. കണ്ട. അവ ചില ഇഞ്ഞമാര്, ഞങ്ങളെ ഈ തലമുഖത്ത് ചള്ളങ്കയത്ത് ഈ പരിസരത്തുള്ള ഇഞ്ഞമാരൊന്നും അങ്ങനെയല്ല. അല്ലാഹു തആല അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. ചില ഇഞ്ഞമാരുണ്ട്, എന്നാലും ഇവിടെ അല്ലട്ടോ, ഇവിടെ ഒന്നും അല്ല. ഒക്കെ ഇതിന്റെ പിന്നാലെ പോവാണ്, സിഹിറിന്റെ പിന്നാലെ പോവാണ്. ഉമ്മ വേണ്ട. ആ സിഹിറിനെ കുറിച്ച് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, സിഹിർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, അയാള് സിഹിർ ചെയ്യുന്ന ആളെന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ കൊല്ലണമെന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം? നാടിന് വലിയ ആപത്താണ് ചങ്ങായി, അതുകൊണ്ട് കൊല്ലണം, ഓന് ജീവിക്കാൻ വിടാൻ പാടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ നാളെ ഇനി കത്തി എടുത്തോണ്ട് കൊല്ലാൻ പോവണ്ട. ഇത് നാട് വേറെയാണ് അല്ലേ? കട്ടവന്റെ കൈ, കട്ട ആണിന്റെയും കട്ട പെണ്ണിന്റെയും കൈ വെട്ടി മുറിച്ചെടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. മുറിക്കണം, കൈ മുറിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. മുറിക്കണം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ കാരണം? അതെവിടെ? ഇതിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ പോരെന്ന് ഒരാൾ പൊന്ന് കട്ടെടുത്ത്, ഉദാഹരണം പറയാം, നിങ്ങളെ പോരെന്ന് ഒരാളെ പൊന്ന് കട്ടെടുത്ത്, ഈ കട്ടവൻ ആരാണെന്ന് ഉറപ്പായി. ബാ നീ കട്ടിനല്ലേ എന്റെ പോരെന്ന്, എന്നാ നിന്റെ കൈ ഒന്ന് മുറിക്കണോന്നാ ഖുർആൻ പറഞ്ഞു പറഞ്ഞിട്ട് കൈ മുറിക്കാൻ പറ്റുവാ? പറ്റൂല. അത് ഇസ്ലാമിന്റെ നിയമമുള്ള, ഇസ്ലാമിന്റെ ഭരണമുള്ള സ്ഥലത്ത് അവിടെയാണ് അതൊക്കെ നടത്തുന്നത്. എന്നാൽ ഞങ്ങളെ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഈ ജീവിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ മതവിശ്വാസികളും ഒരുപോലെ അവകാശമുള്ള മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം. ഇവിടെ മുസ്ലിമുകൾക്ക് മറ്റു മതക്കാരെക്കാൾ വലിയ ബഹുമാനം, അല്ലെങ്കിൽ ഇതര മതക്കാർക്ക് ഇസ്ലാമിനെ മുസ്ലിമുകളെക്കാളും വലിയ പരിഗണന, അങ്ങനെയൊന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ഇല്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവകാശം ഇവിടെ എല്ലാ മതക്കാര് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ സ്ഥാനം, ഒരേ നിലയും ഒരേ വിലയുമാണ്. അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു
വിശ്വാസികൾക്ക് അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയാൽ അവിടെ ഈ രാജ്യത്തിന്റെ ഗൗരവവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താം. ഇന്നും ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വന്നത് മംഗലാപുരത്ത് അഡ്യാറിലെ ഷാ ഗാർഡനിൽ വെച്ച് നടന്ന കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവന്ന വഖഫിനെ തുടർന്നിട്ടുള്ള ഒരു ഖായിദ, അതിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം ഇന്ന് വൈകുന്നേരം മംഗലാപുരം അഡ്യാർ ഷാ ഗാർഡനിൽ വെച്ച് നടന്നു. എത്ര ആളുകളാണ് അവിടെ ഒരുമിച്ച് കൂടിയത്? ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് സാധുവായ ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വാലിനെത്തിയത്. ജനങ്ങളെ, അവിടെ വലിയ പ്രതിഷേധ പ്രകടനമായിരുന്നു. എത്ര ആളുകളാണ് ഒഴുകിയെത്തിയത്? ആ ഷാ ഗാർഡൻ നിറഞ്ഞു കവിഞ്ഞു എന്ന് മാത്രമല്ല, റോട്ടിൽ നിറയെ സത്യവിശ്വാസികളായ ജനങ്ങൾ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ്. നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടിരിക്കും. പലരുടെയും സ്റ്റേറ്റസുകളിൽ നമുക്കിപ്പോ അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇത്രയെല്ലാം ആളുകൾ അവിടെ ഒഴുകിയെത്താനുണ്ടായ കാരണം എന്താണ്? കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ആ മഹത്തായ പ്രതിഷേധ പ്രകടനം അവിടെ നടന്നത്. മഹാന്മാരായ ഖാദിമാർ സംഘടന വ്യത്യാസമില്ലാതെ സുന്നത്ത് ജമാഅത്ത് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് എല്ലാ ഖാദിമാരും അവിടെ അണിനിരന്നു. ആ ഖാദിമാരുടെ നേതൃത്വത്തിലാണ്, മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ആ ഷാ ഗാർഡനിലെ പ്രതിഷേധ പ്രകടനം നടന്നത്. സ്റ്റേജിൽ മുഴുവനും ആലിമീങ്ങൾ മാത്രമാണ്. അവിടെ ഉണ്ടായത് മുഴുവനും മുസ്ലിംകൾ മാത്രമാണ്. കേവലം മുസ്ലിംകൾ മാത്രം ഒരുമിച്ചുകൂടി വഖഫിനെ തുടർന്ന് നിലവിലുള്ള ആ പ്രയാസം അതൊന്ന് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മഹത്തായ പ്രതിഷേധ പ്രകടനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നമുക്ക് നടത്താൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് അല്ലാഹു. നമ്മുടെ നാട്ടിൽ എല്ലാ മതക്കാർക്കും അവരുടെ മതത്തിന്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സ്വീകരിച്ച് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അവരെ കൊല്ലണം എന്ന് പോലും മഹാനവരുകൾ പറഞ്ഞു. അതിന്റെ ഗൗരവം പറയാണ് മഹാനവരുകൾ. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് നാളെ നിങ്ങൾ കൊല്ലാൻ പോകുന്നതും വേണ്ട, എന്റെ ഗൗരവം പറയാണ്. ഇതൊരു സിഹിർ ചെയ്യുന്ന പെണ്ണുണ്ടോ? സിഹിർ ചെയ്യുന്ന പെണ്ണുണ്ടോ? മഹാന്മാര് പറയുന്നത് കാണാൻ കഴിയും. ഓളെ കൊല്ലാനൊന്നും പോണ്ട, കാരണം മുഷ്കില, പെണ്ണിനല്ലേ, പെണ്ണിനെ കൊല്ലാൻ പോണ്ട. മറിച്ച് എന്താ ചെയ്യേണ്ടത്? അടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഇപ്പൊ ഇതും കേട്ടിട്ട് സിഹിർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മാനെ അടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾ പോകണ്ട. അവർക്ക് അതാത് നിയമങ്ങൾ, അത് വേറെ വേറെ പിന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞത് അത്രയും ഗൗരവമുള്ള കാര്യമാണെന്നാണ് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്തങ്ങനെ അത്തരം വിഷയ ഗൗരവാൻ കാരണം? അപ്പ മഹാന്മാരുടെ മറുപടിയാണ്, ആ സിഹറിലൂടെ ആ പെണ്ണ് ചെയ്തത് വലിയ തെറ്റാണ് എന്നാണ് മഹാന്മാർ അതിന് ന്യായം പറയുന്നത്. ആ സിഹിർ അത് വലിയ അപകടമാണ്. സിഹിറിന്റെ പിന്നിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഒരാളെയും സിഹിർ ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല. ഒരാളെയും സിഹിർ ചെയ്ത് രോഗിയാക്കാൻ പാടില്ല. പറയട്ടെ, നൈമിഷികമായ സന്തോഷം ചിലപ്പോ കിട്ടിയേക്കും. വേറൊരാൾക്ക് സിഹിർ ചെയ്തിട്ട് അയാളെ അങ്ങ് കിടത്തത്തിലാക്കിയാൽ, അയാളെ അങ്ങ് രോഗിയാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സിഹിർ കൊണ്ട് അയാളങ്ങ് മരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നൈമിഷികമായ സുഖം കിട്ടിയേക്കും. എന്നാൽ പരിശുദ്ധ ഖുർആൻ മൂസ നബി അലൈഹിസ്സലാമിന് എതിരായി ഫിർഔൻ ചെയ്ത സിഹിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിൽ ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. എന്താണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്? അതേ, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ.
സിഹിർ ചെയ്തവനുണ്ടല്ലോ അവൻ ഒരിക്കലും വിജയിക്കുകയില്ല കേട്ടോ. സിഹിർ ചെയ്തവനാരാണോ, സിഹിറിന്റെ പിന്നാലെ പോയവനാരാണോ, അവനൊരിക്കലും വിജയിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയാണ്. അവൻ ചെയ്ത സിഹിർ കൊണ്ട് അവൻ ഒരിക്കലും വിജയിക്കൂല. അതേ മൂസാ നബി അലൈഹിസ്സലാം, അതേ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്, ആരാണ് ആദ്യം കഴിവ് തെളിയിക്കേണ്ടത്? ഉടനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇട്ടോളൂ. ഫിർഔൻ കുറെ മാരണക്കാരെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ആ ഫിർഔനിന്റെ വകയിൽ വന്ന മാരണക്കാർ അവിടുന്നതാ കയ്യിലുണ്ടായത് മുഴുവനും അങ്ങ് നിലത്തിട്ടപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയണം, അതൊരു പാമ്പായി മാറിക്കഴിഞ്ഞു. അതൊരു പാമ്പായി അങ്ങ് മാറുകയാണ്. ആ പാമ്പിനെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാണ്, ഓ മൂസാ നബിയേ, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. ഈ ഫിർഔനിന്റെ സിഹിർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിനേക്കാളൊക്കെ വലുത് നിങ്ങളാണ് മൂസാ നബിയേ. അതുകൊണ്ട് വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സ്വനഉ. നിങ്ങളെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, അതൊന്ന് നിലത്തോട്ടിടൂ മൂസാ നബിയേ. പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹിസ്സലാം അതങ്ങ് നിലത്തിട്ടപ്പോൾ ഖുർആനിൽ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തൽഖഫ് മാ സ്വനഉ. അവർ നിലത്തങ്ങിട്ടപ്പോഴേക്ക് പാമ്പായി മാറിയത്. ആ പാമ്പിനെ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി കൊണ്ട് പാമ്പായി മാറിയ പാമ്പ് അതഞ്ഞ് വിതുങ്ങിക്കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. ഓ സിഹിർ ചെയ്ത് നടന്നവനുണ്ടല്ലോ, അവനൊരിക്കലും വിജയിക്കൂല കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ വലിയ മുഅ്ജിസത്ത് കണ്ടപ്പോൾ ഫൗൽഖിയ സഹറത്തു സുജ്ജദാ. അവിടെ മരണത്തിന് വേണ്ടി വന്ന മുഴുവൻ ആളുകളും അവർ മൂസാ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെട്ടുപോയി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചു പോയി. ഉടനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലുള്ളവരെന്താ പറഞ്ഞത്? ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസാ. ഞങ്ങളിതാ ഞങ്ങളെ എല്ലാ സിഹറും ഞങ്ങൾ മാറ്റിവെച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും റബ്ബായ അല്ലാഹു, ആ അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ആ സിഹിറിന് നിലനിൽപ്പില്ലാതായി പറഞ്ഞതിന്റെ അർത്ഥം സിഹിർ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒന്നെന്താണ്? ജനങ്ങളെ തമ്മിൽ അകറ്റുക. അതാണ് സിഹിർ കൊണ്ടുണ്ടാകുന്ന കാര്യം, ജനങ്ങളെ വെവ്വേറാക്കുക. ഇപ്പൊ ഉദാഹരണം പറയാ, രണ്ട് ചങ്ങാതിമാരുണ്ട്, ഭയങ്കര നല്ല ഒത്തൊരുമയാണ്. ഇവർ രണ്ടാൾ കണ്ടില്ലേ, ഭയങ്കര ഒത്തൊരുമയാണ്. അങ്ങനെയല്ലേ? അല്ലാഹു ബർക്കത്തായിട്ട് നമ്മൾ പലയിടത്തും വാദിന് പോകുന്നിടത്തൊക്കെ ഇവരിങ്ങനെ നമുക്കിങ്ങനെ മൈക്ക് സെറ്റിംഗ് ഒക്കെ ചെയ്തു തരും. നല്ല സൗണ്ടാണ്. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. എൻ്റെ പേരെന്താ? സുൽത്താൻ എന്ന്. സുൽത്താനായ പിന്നെ കേൾക്കണ്ടല്ല. അപ്പൊ മൈക്കിന്റെ കൂട്ടത്തിലുള്ള സൗണ്ടിന്റെ കൂട്ടത്തിലുള്ള സുൽത്താനാണിതല്ലേ? അള്ളാഹു ബർക്കത്തായിട്ട് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഈ രണ്ടാള് നല്ല ഒത്തൊരുമയിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോ മൂന്നാമത്തെ ഒരുത്തൻ ഉണ്ടാവും. ഇബ്ബറ ജകള മൂറനയവനിക ലാഭ എന്ന് അറിഞ്ഞിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനല്ലേ? രണ്ടാളൊരു കോഴി പീസിന് വേണ്ടി തല്ലുകൂടുന്നുണ്ട് മംഗളത്തിന്റെ പേരിൽ. ഒരു തല്ലെന്നെ കൂടിയത്, മൂന്നാമത്തെ ആ പീസ് എടുത്തിട്ട് ഓൻ പോയി. അങ്ങനെ രണ്ടാൾക്ക് പിരാന്ത് പിടിച്ചാൽ മൂന്നാമത്തവന് അത് ഭയങ്കര സന്തോഷമാണ്. എന്താ കാരണം? ലാഭം ഓങ്കാണ് എന്ന് പറഞ്ഞതുപോലെ രണ്ടാൾ നല്ല ഒത്തൊരുമയിൽ പോകുമ്പോ മൂന്നാമത്തവൻ ഒരു കണ്ണിലെ കടി അങ്ങനല്ല, കണ്ണില് കടിയെന്ന് പറയില്ല. അതിവിടെ ഇല്ലേ? നിങ്ങൾക്കല്ല കടിക്കുന്ന കണ്ണക്ക്? കുറച്ച് കടിക്കുന്നല്ലേ?
എല്ലോണം കുറച്ചൊക്കെ അടിക്കണു സാർ, കൂടുതലൊന്നുമില്ല. എന്നാ അതേ കണ്ണിലെ കടി തന്നെ. രണ്ടാള് നല്ല ഒത്തൊരുമയിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോ അപ്പൊ ഒരു കണ്ണിലെ കടി. അപ്പൊ എന്താക്കുന്ന ഇപ്പോ ഓനെ കുറിച്ച് ഇവനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഇവനെ കുറിച്ച് ഓനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഓർ തമ്മിൽ തെറ്റും. അങ്ങനെല്ലാം നോക്കിയിട്ടും ഓർ തെറ്റുന്നില്ല. എന്താ കാരണം? ഓരോ ആദ്യം തന്നെ മനസ്സിലാക്കിക്കണം, ഞങ്ങളെ ഈ ഒത്തൊരുമ ആ നാട്ടിൽ ആർക്കും ഇഷ്ടാന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഓർ പറയും, ഞമ്മ അത് കേട്ടണ്ട, ഞമ്മ ഈ ഒത്തൊരുമയിൽ തന്നെ പോവാ എന്ന് ഓർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അപ്പൊ പിന്നെ വേറെന്താ വഴിയുള്ളത്? ആകെ ഒരൊറ്റ വഴി എന്താ? സിഹിർ ചെയ്യാം. സിഹിർ ചെയ്താൽ പിന്നെ രണ്ടാളെ വെബ്ബറാക്കാൻ പറ്റും. അങ്ങനെയാണ് ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ സിഹിർ ചെയ്യുന്നത്. ആര്? നഊദു ബില്ലാഹ്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റൂല. സ്വന്തം ഓന്റെ ഉമ്മ എന്ന് പറഞ്ഞാല് പുതിയാപ്പിളന്റെ ഉമ്മ ഏടുക്കോ പോയിട്ട് സിഹിറാക്കുന്നില്ല. എന്തേ? എൻ്റെ മോനും എൻ്റെ മരുമോളും തമ്മിൽ തെറ്റണോന്ന്. എന്നിട്ട് ഓനും ഓളെ ത്വലാക്ക് ചൊല്ലിട്ട് ഓളെ പുറക്ക് പോണോ, എൻ്റെ മകന് വേറൊരു പെണ്ണ് കിട്ടിയിട്ട് ഓ നല്ല ഉഷാറായിട്ട് ജീവിക്കണോ. സുബ്ഹാന ജല്ല ജല. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതില്? കാര്യമൊന്നുമില്ല. എന്നാലും ഇവര് തമ്മിൽ ഭയങ്കര ഹാപ്പിയിൽ കഴിയുന്നത് സ്വന്തം ഈ മോന്റെ ഉമ്മാക്ക് കണ്ണില് കടി. അല്ലാഹു ആ ഉമ്മാക്ക് നല്ല ബോധം കൊടുക്കട്ടെ. അതാണ് സിഹിർ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ്. അതല്ലേ ഖുർആനിൽ പറഞ്ഞത്? ഒരു ഭാര്യനെയും ഒരു ഭർത്താവിനെയും വെവ്വേറാക്കുന്നതാണ് സിഹിറിന്റെ പ്രധാനപ്പെട്ട ട്രെൻഡ് തന്നെ. ഓരോ ഒത്തൊരുമ കാണുമ്പോ വല്ലാത്ത ഒരു അസൂയ തോന്നുന്നുണ്ടോ? എന്നാ അവരെ തമ്മിൽ വെവ്വേറാക്കുകയാണ്. എന്നാൽ ആര് എന്ത് സിഹിർ ചെയ്താലും ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. റബ്ബിന്റെ സമ്മതമില്ലാതെ, ആ റബ്ബിന്റെ തീരുമാനമില്ലാതെ, റബ്ബിന്റെ ഓർഡർ ഇല്ലാതെ ഒരു സിഹിർ കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. എന്നാലും എല്ലാം റബ്ബിന്റെ തീരുമാനം കൊണ്ടാണെന്നെങ്കിലോ സിഹിർ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഫിർഔൻ ചെയ്ത സിഹിറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്തു ത്വാഹയിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത് ഉമ്മമാരെ, അതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത് സഹോദരിമാരെ. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സിഹിർ ചെയ്ത് നടന്നവനുണ്ടല്ലോ, അവൻ ഒരിക്കലും ഒരു വിധത്തിലും വിജയിക്കുകയില്ല കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇവരെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കാൻ നോക്കിയപ്പോഴാണ് ഫിർഔൻ വന്നിട്ട് തന്റെ അനുയായികളോട് ചോദിക്കാണ്, ആമന്തും ലഹു ഖബല അൻ ആദന ലകൂ. ഓ നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചല്ലോ. എന്നാൽ ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹർ. എന്നാൽ നിങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ച വലിയ ആളല്ലേ ആ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നിൽ പോയി നിങ്ങൾ വിശ്വസിച്ചല്ലോ. എന്നാൽ ഫിർഔൻ പറയാണ്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. എന്തേ കാരണം? ഫല ഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ലി. നിങ്ങളെ വലത് കൈയും ഇടത് കാലും ഞാനതാ മുറിച്ചെടുക്കും. നിങ്ങളെ ഇടത് കൈയും വലത് കാലും മുറിച്ചെടുക്കും. കൈയിലെ ഒരു ഭാഗം, കാലിലെ മറ്റൊരു ഭാഗം. കൈ വലത് കൈയാണെങ്കിൽ കാല് ഇടത് കാല്, കൈ ഇടത് കൈയാണെങ്കിൽ കാല് വലത് കാല്. ഞാനതാ മുറിച്ചെടുക്കും കേട്ടോ. എന്നിട്ടതാ ഈത്തപ്പന മട്ടലിലാക്കി ഞാൻ നിങ്ങളെ തൂക്കിലേറ്റി കയറ്റി കൊല്ലും കേട്ടോ. ആ ആള്
ആളുകളെ ഫിർഔൻ എവിടുന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരാരും പതറിയില്ല. ഓ യുവാക്കളെ, ദീന് കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ. ദീന് വിട്ട് കളിക്കുന്ന യുവാക്കളാകരുത് കേട്ടോ. കണ്ടു കാണുന്ന കോപ്രാട്ടീസുകളുടെ പിന്നില് പോകുന്ന യുവാക്കളാകരുത്. തോന്നിവാസങ്ങളുടെ പിന്നിൽ പോകുന്ന യുവാക്കളാകരുത്. ഞാൻ വലിയ സങ്കടത്തോടെ പറയട്ടെ, ഇന്ന് ദീനിന് വില കൽപ്പിക്കപ്പെടാത്ത കാലമാണ് കേട്ടോ. നിസ്കാരത്തോട് താല്പര്യം കുറഞ്ഞ കാലമാണ്. ഇന്നത്തെ കാലത്ത് പോലും എത്ര യുവാക്കളാണ് സുബ്ഹാനല്ലാഹ് നിസ്കാരം അത് വാശിയോടെ കാണുന്ന ആളുകൾ എത്ര കുറവുണ്ട്. നിസ്കാരത്തോട് താല്പര്യം കുറവുള്ള എത്ര യുവാക്കളാ ഉള്ളത്. വേണമെങ്കിൽ നിസ്കരിക്കാം, എന്നും സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കണമെന്ന് വാശി കുറവുള്ള യുവാക്കളില്ലേ? എന്നും നിസ്കരിക്കണമെന്ന് വാശി, ആ വാശി കുറവുള്ള എത്ര യുവാക്കളാണുള്ളത്? ചിലപ്പോൾ നിസ്കരിക്കും, വേണമെന്ന് കണ്ടാ നിസ്കരിക്കും, എന്നും നിസ്കരിക്കണമെന്നില്ല. അങ്ങനെ പോലും കരുതിപ്പോയ കാലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദീന് കുറവുള്ള കാലമാണ്. ദീനിനെ പഠിക്കാൻ ധാരാളം സൗകര്യമുള്ള കാലമാണ്. എന്നാൽ ദീനിന്റെ സൽക്കർമ്മങ്ങളോ കുറഞ്ഞു പോയ കാലമാണ്. ഫാഷനുകൾ അധികരിച്ച കാലമാണ്. ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, ചെറുപ്പക്കാര്, നിങ്ങളെ യുവത്വമുണ്ടല്ലോ പടച്ച റബ്ബിന്റെ ദീനിന് ആവശ്യമാ, അല്ലാഹുവിന്റെ പള്ളിക്ക് ആവശ്യമാ, ഉറൂസിന് ആവശ്യമാ, മദ്രസക്ക് ആവശ്യമാ. ആ യുവത്വം എല്ലാം തോന്നിവാസങ്ങളുടെ പിന്നാലെ പോയി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ പോയ യുവത്വം പിന്നീട് തിരിച്ചു വരൂല്ല. പോയ യുവത്വം തിരിച്ചു കിട്ടിയവരാരെങ്കിലും നിങ്ങളെ ചള്ളം കയത്തുണ്ടോ? തലമുകളിലുണ്ടോ? പോയ യുവത്വം തിരിച്ചു കിട്ടിയവരില്ല. പോയത് പോയതന്നെ, ഇനി ബാക്കിയുള്ളത് മാത്രമാണ്. അതുകൊണ്ട് യുവത്വത്തിൽ കളിക്കാൻ നോക്കണ്ട, യുവത്വത്തോട് കളിക്കാൻ നോക്കണ്ട. ഇന്നല്ലാഹ യുഹിബ്ബു ശാബല്ലദി യുഫ്നി ശബാബഹു ഫീ ത്വാഅത്തില്ലാഹ്. പടച്ച റബ്ബിനെ അനുസരിക്കുന്നതിന് വേണ്ടി യുവത്വം ചെലവഴിക്കുന്ന യുവാവുണ്ടോ? ആ ചെറുപ്പക്കാരനോട് റബ്ബിന് വലിയ പ്രീതിയാണ് കേട്ടോ, റബ്ബിന് വലിയ ഇഷ്ടമാണ് കേട്ടോ, റബ്ബിന് വലിയ കാരുണ്യമാണ് കേട്ടോ, റബ്ബിന് വലിയ സ്നേഹമാണ് കേട്ടോ. ഇത് സാന്ദർഭികമായി ഞാൻ യുവാക്കളോട് പറയണ, ചെറുപ്പക്കാരോട് ഞാൻ പറയണ. അല്ലാഹു ഞങ്ങളെ യുവാക്കൾക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ഒരു നാട്ടിലെ യുവാക്കള് അവരാണ് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മാതൃകയാകേണ്ടത്. കല്യാണം നടക്കുമ്പോ ഞങ്ങളെ നാട്ടിൽ ആഭാസങ്ങളൊന്നുമില്ല. സ്ത്രീകളുടെ ഭാഗത്ത് പക്കറ്റ് വരുന്നുണ്ട്, നല്ല നിയത്തോടുകൂടെ. അവരെവിടെ ഇരിക്കണേ? കണ്ട, ഞാനിപ്പം വരുമ്പോൾ ഓർത്തതാണ് ഈ ചള്ളങ്കയം തലമുകർ എന്ന് പറയുമ്പോൾ തന്നെ ഈ കുന്ന ഓർമ്മ വരെ, ഈ പാറക്കല്ലൊക്കെ. എന്താ കാരണം? കസേരയിലും മുഅ്മിനീങ്ങളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ പോലെ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ, നിന്നിട്ടും ദിക്ർ ചൊല്ലും ഇരുന്നിട്ടും ദിക്ർ ചൊല്ലും പറഞ്ഞ പോലെ. ആകെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, കസേരയിൽ ഇരുന്നിട്ടും വാളുകൾക്കും, പാറക്കല്ലിൽ ഇരുന്നിട്ടും വാളുകൾക്കും, നിലത്തിരുന്നിട്ടും വാളുകൾക്കും, കുന്നിൽ കയറിയിട്ടും വാളുകൾക്കും. ഈ ഉമ്മമാരൊക്കെ എവിടെ? ഈ ഭാഗത്തന്നെ രണ്ടു ഭാഗത്തുണ്ട്. അല്ലാഹു ഉമ്മമാർക്ക് ബർക്കത്തേറ്റ് ഇങ്ങോട്ട് ഉരുണ്ടിട്ട് വരൂലല്ലേ? വരാതിരുന്നാ മതി. അല്ലാഹു ഞങ്ങൾക്കത് കാണാൻ പിരികൂട്ടാതിരിക്കട്ടെ. നിങ്ങളൊന്ന് വർക്ക് ആമീൻ പറയ്. സുബ്ഹാനല്ലാഹ്, നല്ലൊരു നാടാണ് ഈ നാട്. അതുകൊണ്ടാണ് ചള്ളങ്കയത്തേക്ക് വാദിനെ ക്ഷണിക്കുമ്പോൾ വേഗം ഏറ്റെടുക്കാൻ കാരണം അതാണ്. എന്താ കാരണം? ഈ നാട് നല്ല നാടാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ദീനിനെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ ദീനിന് വേണ്ടി എന്ത് ചോദിച്ചാലും തരുന്ന ആളുകളാണെന്ന്. കഴിഞ്ഞ എല്ലാ വാദിലും ഞാൻ വന്നപ്പോൾ എനിക്ക് അനുഭവമല്ലേ. കഴിഞ്ഞ വർഷം പോലും ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ നമ്മളെ പള്ളി പരിസരത്തിന് കുറച്ച് സ്ഥലം, പിന്നെ പള്ളിക്ക് ആവശ്യത്തിന് ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ഉറൂസിനും പിരിച്ചു. അതിന് മുമ്പത്തെ ഉറൂസിനും ഞാൻ വന്നിനല്ലേ അല്ലേ? ഒന്നിന്. അപ്പൊ അന്നും പിരിച്ചു, കഴിഞ്ഞ വർഷവും പിരിച്ചു. അൽഹംദുലില്ലാഹ്, എത്ര ആളുകളാണ് ഒരു മടിയുമില്ലാതെ
സഹായിച്ചത് അല്ലാഹുവേ നീ അവർക്കൊക്കെ സഹായം നൽകണേ റഹ്മാനെ. അവരെയൊക്കെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും നീ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുടെ ബർക്കത്ത് കൊണ്ട് തീർത്തു തരണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ റഹ്മാനെ. അപ്പോ സ്ത്രീകളുടെ ഭാഗത്ത് വക്കറ്റ് വരുന്നുണ്ട്. ഉമ്മമാരൊക്കെ നല്ല സംഭാവന ഇടുക, നല്ല നീയത്തോടു കൂടെ. അല്ലാഹുവേ ഈ ഉമ്മമാര് എന്ത് നീയത്ത് വെച്ചിട്ടാണോ അത് സഹായിക്കുന്നത്, അവരെ നീയത്തൊക്കെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരെ ബർക്കത്തുകൊണ്ട് നീ അത് റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഞാനിപ്പോ നീട്ടി വേല പറയൊന്നുമില്ല, ഞാൻ ചുരുക്കുകയാണ്. ഒരു 11 മണിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വേല അവസാനിപ്പിക്കും. ആകെ ഒരു 1/4 മണിക്കൂർ. 11 മണി എന്ന് പറയുമ്പോഴേക്ക് എല്ലാം ബേമ്പേ വാച്ചക്ക് നോക്കുന്നവാ. എന്തേ ഇനി കുറേ ഉണ്ടാ കുറച്ച് തന്നെ ഉള്ളതാണ്. കുറെ ഉണ്ടെങ്കിൽ തലവേദനയാണ്. ഇല്ല കുറേ ഒന്നുമില്ല, ആകെ 1/4 മണിക്കൂറുള്ളൂ. ഒരു 15 മിനിറ്റ് ഇൻഷാ അല്ലാഹ് 11 മണിക്ക് ഞാൻ എൻ്റെ വേല നിർത്തും. അല്ലാഹു ഞങ്ങളെ ഈ മജ്ലിസ് അല്ലാഹു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കബൂൽ ചെയ്യട്ടെ. ഞാൻ വെറുതെ പറയല്ല, നാട്ടിലെ ബാല്യക്കാര് ചെറുപ്പക്കാരെല്ലാത്തിനും മാതൃകയാണ്. എല്ലാ വിഷയത്തിനും നല്ല കാര്യത്തിന് അവർ മുന്നിലുണ്ടാകണം. കല്യാണത്തിന്റെ പേരിൽ എന്ത് തോന്നിവാസം നടക്കുമ്പോ മറ്റു ആളുകൾക്ക് തോന്നണം ഈ നാട്ടിൽ അതെന്തും നടക്കാല. എന്താ കാരണം? ഇവിടുത്തെ ബാല്യക്കാർ അത് വിടൂല, അങ്ങനെ നടക്കാൻ വിടൂല. എന്തേ? അത് നാടിനൊരു ചീത്ത പേരാണ് അല്ലേ. ഇവിടെ ഇപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒന്നും നടക്കൂല എന്ന് ഉറപ്പല്ലേ? അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ആരെങ്കിലും ഒരുത്തർക്ക് അങ്ങനെ ചെയ്യണോന്ന് തോന്നിയാൽ അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം, ഇവിടെ നടക്കൂല അത്. എന്താ കാരണം? ഇവിടുത്തെ ബാല്യക്കാർ വിടൂല. ഇവിടുത്തെ യുവാക്കളൊക്കെ ഒത്തൊരുമയാണ്. ഒത്തൊരുമയോടുകൂടെ ഇവിടെ കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടത്താൻ വിടൂല. താളത്തിന്റെ പേരിൽ തുള്ളിക്കളിക്കലും ഇതൊക്കെ പറയാൻ തുടങ്ങിയത് കാലത്തരെ പറഞ്ഞ് ബെടിഞ്ഞു പോയിന്. അങ്ങനെ സത്യം. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ കുറച്ചങ്ങനെ ഖുർആന്റെ കുറിച്ച് ഇങ്ങനെ വേല പറഞ്ഞുകൊണ്ട് പോകാന്ന് പറഞ്ഞ് എത്ര കാലായി. ഓന്റെ കൂടെ ഒളിച്ചോടിയോ, ഇവന്റെ കൂടെ പോയോ, അവന്റെ കൂടെ അതെല്ലാം നിർത്തിനിപ്പോ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് മനുഷ്യൻ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചു ആന്ന് പറയാൻ. എത്രയാന്ന് പറയുന്നേ? അവിടെ ഡാൻസ് ആക്കിയോ, ഇവിടെ മ്യൂസിക് പാട്ട് കേട്ടോ, മറ്റടുത്ത് കല്യാണത്തിന്റെ പേരിൽ താളത്തിന് പോയിട്ട് പുതിയാപ്പിളനെ ഓരെല്ലാരും കിഡ്നാപ്പ് ആക്കിയാര്. ആര്? ചങ്ങായിമാരെല്ലാം കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോയിട്ട് എത്ര ലേറ്റായി. എന്നിട്ടും പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങനെ കോള് വിളിച്ചു നോക്കുമ്പോ പുതിയാപ്പിളന്റെ നമ്പർ കോള് കിട്ടണില്ല. നോക്കുമ്പോ എന്താണ്? കിഡ്നാപ്പ് ചെയ്തതാണ്. ആര്? കൂടെ നടന്ന ചങ്ങായിമാർ. ഇതൊക്കെ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് മതിയായി. അതുകൊണ്ട് ഇപ്പൊ പിന്നെ നമ്മൾ എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞാല് ഒക്കെ ഇങ്ങനെ ഖുർആന്റെ തഫ്സീറും ഖുർആന്റെ ആശയം ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് കൊടുക്കാം. ഓരോ ഖൽബിൽ ഒരു ഉണർവുണ്ടാകട്ടെ. അപ്പോ അങ്ങനെ ആവുമ്പോ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അപ്പൊ ഉദ്ദേശിക്കുന്നവനൊക്കെ കേട്ട് നന്നാകട്ടെ, അല്ലാത്തവനൊക്കെ ഓന്റെ വഴിക്ക് പോട്ടെ എന്ന് അങ്ങനെ ആയി. ഇപ്പോ അള്ളാഹു ഞങ്ങൾക്കൊക്കെ ചിന്തിക്കാനുള്ള നല്ല ബോധം തരട്ടെ. പക്ഷെ യുവാക്കൾ ഉണരണം. നാട്ടിലെ യുവാക്കൾ ഉണരേണ്ടത് എപ്പോഴാണ്? ചില നാട്ടിലൊക്കെ യുവാക്കൾ ഉണരും. ഞങ്ങളെ ചള്ളങ്കയം പോലെയല്ല, ഇവിടെ എപ്പോഴും ഉണർന്നിട്ടല്ലേ ഉണ്ടാവുക. അങ്ങനല്ലേ? അല്ലേ? അതന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. ചില സ്ഥലത്ത് യുവാക്കൾ ഉണരും. എപ്പാന്നറിയോ? ഉറൂസ് വരുമ്പോ ഉണരും. ഉറൂസ് കഴിഞ്ഞാൽ കിടക്കും. പിന്നെ ഉണരണമെങ്കിൽ അടുത്ത ഉറൂസ് വരുമ്പോ ഉണരും. ഞങ്ങളെ ചള്ളങ്കയത്തെ ബാല്യക്കാർ അങ്ങനെയല്ല. ഇവിടെ യുവാക്കൾ ഉണ്ടല്ലേ? ഇല്ലേ? ഇല്ലാതെ പിന്നെ ഇതൊക്കെ യുവാക്കൾ തന്നെയല്ലേ. വയസ്സന്മാർ കുറച്ചേ ഉള്ളൂ. അള്ളാഹു ആ ഉപ്പമാർക്കൊക്കെ നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങൾക്കും അള്ളാഹു അവരെ ബർക്കത്ത് കൊണ്ട് ആഫിയത്ത് തരട്ടെ. എന്നാൽ ഞങ്ങളെ ചള്ളങ്കയത്ത് അങ്ങനെയല്ല. ചള്ളങ്കയത്ത് അൽഹംദുലില്ലാഹ് എപ്പോഴും ചെറുപ്പക്കാർ നല്ല ഉണർവിലാണ്. അള്ളാഹു അങ്ങനെ ഒരു തനിമയുള്ള നാടായി ഞങ്ങളുടെ നാടിനെ അള്ളാഹു ആക്കി തരട്ടെ. അതങ്ങനെ വേണം. അത് വലിയ വിഷയമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ദീനിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ദീന് വിട്ട് കളിക്കുന്നവരാകാൻ പാടില്ല. മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ഈ നല്ല സമൂഹം ഫിർഔനെ പേടിപ്പിച്ചു. എന്താ പേടിപ്പിച്ചേ? വലത്തെ കൈ മുറിക്കും, ഇടത്തെ കാല് മുറിക്കും. എന്താ അതിന്റെ ഒരു ഇടങ്ങേറ്? വലത്തെ കൈയും വലത്തെ കാലും മുറിക്കുന്നല്ല. കൈ ബലത്തതെന്നാണെങ്കിൽ കാല് എടുത്തത്, കൈ എടുത്തതെന്നാണെങ്കിൽ കാല് ബലത്തത്. അങ്ങനെ മുറിച്ചെടുക്കും. നിങ്ങൾ ഇസ്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വരണോ, ഇല്ലെങ്കിൽ മുറിച്ചെടുക്കും, എന്നിട്ട് തൂക്കിൽ കയറ്റൂ എന്നാ പറഞ്ഞേ. അപ്പൊ അവരെന്താ പറഞ്ഞേ? ആ ആളുകൾ പറഞ്ഞ മറുപടിയാണ്, ചെറുപ്പക്കാരെ ഞങ്ങളെ കൽബിലുണ്ടാകേണ്ടത്. ഏത് നൈമിഷികമായ സുഖം ലഭിക്കുമ്പോൾ പതറിപ്പോകുമ്പോ സ്വന്തത്തോട് പറയേണ്ട ഒരു വാചകം അന്നത്തെ ആളുകൾ ഫിർഔനിനോട് പറഞ്ഞില്ലേ? ഖാലൂ ലൻ നുഅ്തിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ.
ഫിറഔനേ, ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ദൃഷ്ടാന്തങ്ങളെക്കാൾ വലുതല്ല നീ ഞങ്ങൾക്ക്. ഞങ്ങളെ പടച്ച ഞങ്ങളെ സൃഷ്ടാവായ റബ്ബില്ലേ, ആ റബ്ബിനേക്കാൾ വലുതല്ല നീ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഫഖ്ദി മാ അൻത ഖാൽ, കൈ മുറിക്കും കാല് മുറിക്കുമെന്ന് പേടിപ്പിക്കുന്ന ഫിറഔനെ, നീ വിധിച്ചത് വിധിച്ചോ, ഉദ്ദേശിക്കുന്നത് വിധിച്ചോ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ, നിനക്ക് ഈ ദുനിയാവിൽ മാത്രമേ വിധിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മുഅ്മിനുകളോ, അവര് ദുനിയാവ് മാത്രം കണ്ട് ജീവിക്കുന്നവരല്ല. ഈ ദുനിയാവിനപ്പുറം ഒരു ആഖിറമുണ്ടല്ലോ, ആ പരലോകം കണ്ട് ജീവിക്കുന്നവരാ. എന്നിട്ട് ഇല്ലയോ ഫിറഔനെ, എന്തിനാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചതെന്നറിയുമോ? ഇന്നാ ആമന്നാ ബിറബ്ബിനാ, ഞങ്ങളെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ എന്തേ വിശ്വസിച്ചത് എന്നറിയുമോ? ലിയഗ്ഫിറ ലനാ ഖതായാനാ, ഞങ്ങളെ ജീവിതത്തിൽ നിന്റെ കൂടെ നടന്നിട്ട് കുറെ തെറ്റ് ചെയ്തു പോയി. ആ ജീവിതത്തിൽ വന്ന തെറ്റുകളെല്ലാം ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്കൊന്ന് പുറത്തു തരാനാ. വമാ അക്റഹതനാ അലൈഹി മിനസ് സിഹ്ർ, അതുപോലെ നീ ഞങ്ങളെ നിർബന്ധിച്ച് സിഹിർ ചെയ്യിപ്പിച്ചില്ലേ. മൂസാ നബി അലൈഹിസ്സലാമിനെതിരായി സിഹിർ ചെയ്യിപ്പിച്ചില്ലേ. ആ നിർബന്ധിപ്പിച്ച് സിഹിർ ചെയ്യിപ്പിച്ചതിന് പകരം റബ്ബിനോടൊന്ന് മാപ്പ് ചോദിക്കാനോ. വല്ലാഹു ഖൈറുൻ വഅബ്ഖാ, ആ റബ്ബാണ് ഏറ്റവും ഖൈറായവൻ, ആ റബ്ബാണ് എപ്പോഴും നിലനിൽക്കുന്നവൻ, നിലനിൽപ്പുള്ളവൻ അവനാണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം അതേ ഫിറഔനിനോട് അന്നത്തെ ആളുകൾ പറയാണ്, ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഓ ജനങ്ങളെ, ആ റബ്ബിന് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, ആ റബ്ബിനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ, ആ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ഫഇന്ന ലഹു ജഹന്നം, അവന് നരകമുണ്ട് കേട്ടോ. അവന്റെ മുന്നിൽ നരകമുണ്ട് കേട്ടോ. ഏത് നരകമാണെന്നറിയുമോ? ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ പോയാൽ പിന്നെ മരണമില്ല, നല്ല സന്തോഷമുള്ള ജീവിതം ഇല്ല, വല്ലാതെ അനുഭവിക്കേണ്ടുന്ന ഒരു ലോകമാണ് നരകം. ആ നരകം അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവർക്കുണ്ടെന്ന് പറഞ്ഞ അതേ ഖുർആൻ ഈമാനുള്ളവരെ കുറിച്ച് പറയാണ്, വമയ്യതിഹി മുഅ്മിനാ, ആ റബ്ബിന്റെ അരികിലേക്ക് വരുമ്പോ നല്ല ഈമാനുള്ള മുഅ്മിനായി വരുന്നവനാണോ? ഏത് മുഅ്മിനാണ്? ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങൾ മുഴുവനും പാഴാക്കാതെ, അത് എന്റെ റബ്ബ് എനിക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തന്നതാണെന്ന് ചിന്തിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയ മനുഷ്യൻ ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉലാ, അവർക്കെല്ലാം അല്ലാഹു തആല ഉന്നതമായ പദവി നൽകുന്നു, അവർക്കെല്ലാം അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം നൽകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ആ സ്വർഗ്ഗത്തിലെ ഉന്നത പദവി, ആ ഉന്നത പദവി എന്ന് പറഞ്ഞാൽ ഏതാണത്? ജന്നാത്തു അദ്ൻ, എക്കാലത്തും നിലനിൽപ്പുള്ള സ്വർഗ്ഗമാണ് കേട്ടോ. എക്കാലത്തും നിലനിൽപ്പുള്ള സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിനൊരവസാനമില്ല. ആ സ്വർഗം നിലനിൽക്കുന്ന ലോകമാണ്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പൂന്തോപ്പുകളുടെ പ്രത്യേകത എന്താണ്? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ ചുവട്ടിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. എന്നാൽ മുഅ്മിനേ, ആ സ്വർഗത്തിലൊന്നെത്തി കിട്ടിയാൽ ഖാലിദീന ഫീഹാ,
അവിടെ പോയാൽ പിന്നെ പുറത്ത് വരലില്ല, മടക്കമില്ല. ഒന്നവിടെ എത്തിക്കിട്ടണോ? അതിനാണ് നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്നത്, അതിനാണ് ഞങ്ങൾ ഇവിടെ അതിന് വന്നത്, അതിനാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരെ ഞങ്ങൾ സ്നേഹിക്കുന്നത്. എന്തിനാണ്? നിലനിൽപ്പുള്ള ലോകമായ സ്വർഗം, ആ സ്വർഗത്തിലൊന്ന് എത്തിക്കിട്ടാനാണ്. കാരണം സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഖാലിദീന ഫീഹാ. ആ സ്വർഗത്തിലങ്ങ് കടന്നാൽ ശാശ്വതമാണ് കേട്ടോ. എന്നാൽ ആ സ്വർഗം ആർക്കാണ് കിട്ടുന്നത്? എല്ലാവർക്കും സ്വർഗം കിട്ടുമോ? ആഗ്രഹിച്ചവർക്ക് മുഴുവൻ കിട്ടുമോ? മോഹിച്ചവർക്ക് മുഴുവൻ കിട്ടുമോ? ഇല്ല. ഇത് പറഞ്ഞിട്ടാണ് സൂറത്തു ത്വാഹയിൽ അല്ലാഹ് പറയാണ്, വദാലിക ജസാഉ മൻ തസക്കാ. നല്ല സംസ്കരണത്തോടെ ജീവിക്കുന്നവർ, തസ്കിയത്തോടെ ജീവിച്ചവർ, ഖൽബിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവർ, ആ ആത്മസംസ്കരണത്തോടെ ജീവിച്ചവർ, അവർക്കാണ് സ്വർഗം കേട്ടോ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. അതുകൊണ്ട് ദുനിയാവ് രക്ഷപ്പെടണമോ, ആഖിറം രക്ഷപ്പെടണമോ, സൃഷ്ടാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പരിശുദ്ധ റമളാനിൽ ഉണ്ടാക്കിയെടുത്ത ആത്മീയമായ ചൈതന്യം, ആ ആത്മീയ ചൈതന്യത്തെ നിലനിർത്താൻ നോക്കിക്കോ. ഇനി ഒന്ന് സമുദ്ധരിച്ചെടുക്കാൻ, ആത്മത്തെ സംസ്കരിച്ചെടുക്കാൻ അടുത്ത റമളാനിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല. പടച്ച റബ്ബ് നമുക്കെല്ലാം, നമ്മുടെ കുടുംബത്തിനും സ്നേഹജനങ്ങൾക്കും അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാദ നിർത്തുന്നു. ഹജ്ജാജ് എന്ന ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് വലിയ തലവേദനയാണ്. അന്ന് ജീവിച്ചിരുന്ന മഹാനരായിരുന്ന സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ വലിയ പേടിയാണ് ഹജ്ജാജിന്. ഒരിക്കൽ അനസ് ഇബ്നു മാലിക് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളെ കൊല്ലാൻ നോക്കുകയാണ്. കാരണം നിങ്ങൾ എനിക്ക് വലിയ തലവേദനയാണ്, എനിക്കെതിരെ പ്രസംഗിക്കുന്നയാളാണ് നിങ്ങൾ, അതുകൊണ്ട് ഇതാ നിങ്ങളെ ഞാൻ കൊല്ലാൻ നോക്കുകയാണ്. ഉടനെ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു, അതിന് നിനക്ക് സാധിക്കണ്ടേ ഹജ്ജാജേ? ആള് വലിയ ഭരണാധികാരി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, നിങ്ങൾക്ക് സാധിച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. അത്രയും ധൈര്യത്തിൽ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി അനസ് ഇബ്നു മാലിക് തങ്ങളോട് ചോദിച്ചു, വലിമ, അതെന്തേ നിങ്ങൾ അത്രയും ധൈര്യത്തിൽ പറയുന്നത്? എന്നെ കൊല്ലാൻ കഴിയില്ല, നിങ്ങളെ കൊല്ലാൻ കഴിയില്ല എനിക്ക് എന്ന് അത്രയും വലിയ ധൈര്യത്തിൽ നിങ്ങൾ എന്തേ പറയാൻ കാരണം? ഉടനെ അനസ് ഇബ്നു മാലിക് തങ്ങൾ ഹജ്ജാജ് എന്ന ഭരണാധികാരിയോട് പറഞ്ഞു, എനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ പഠിപ്പിച്ചു തന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞു, എല്ലാ സുബ്ഹി സമയത്ത്, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ആ ദുആ ഒരാൾ ദുആ ചെയ്താൽ അയാളെ ആക്രമിക്കാൻ ഒരാൾക്കും ധൈര്യം വരൂല, അയാളെ ദേഹത്ത് കൈവെക്കാൻ ഒരാൾക്കും ധൈര്യം വരൂല, അയാളെ ശല്യം ചെയ്യാൻ ഒരാൾക്കും ധൈര്യം വരൂല. ഇത് എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ള ദുആയാണ്. എന്നും സുബ്ഹിക്ക് ശേഷം ഒന്ന് ദുആ ചെയ്താൽ കിട്ടുന്ന നേട്ടമാണ്. ഞങ്ങളെ ആക്രമിക്കാൻ ഒരാൾക്കും ധൈര്യം വരൂല. ഞങ്ങളെ കാണുമ്പോൾ ആ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു തആല ഭയമിട്ട് കൊടുക്കുകയാണ്, അതാ പേടിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതാ എൻ്റെ സുബ്ഹി സമയത്ത് ഞാൻ ഈ ദുആ നടത്താറുണ്ട്. ഈ ദുആന്റെ പവറങ്ങ് പറഞ്ഞപ്പോ
ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി അനസ് ഇബ്നു മാലിക് തങ്ങളോട് പറയാണ്, അല്ലിംനീഹി, അങ്ങനൊരു പവറുള്ള ദുആയുണ്ടോ, എന്നാൽ ആ ദുആ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു, ഇല്ലല്ല, നീ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കൂല. കാരണം എന്താണ്? അത് ഗുഡൻസ് ആണ്. നിന്റെ കാലത്തിന് ശേഷമേ പറഞ്ഞു കൊടുക്കുള്ളൂ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി അനസ് ഇബ്നു മാലിക് തങ്ങളെ കൊല്ലാൻ പോയതാണ് റളിയല്ലാഹു അൻഹു. പോയ ഹജ്ജാജ് എന്ത് പറഞ്ഞു? കൂടെയുള്ളവരോട് പറഞ്ഞു, അനസ് ഇബ്നു മാലിക് തങ്ങളെ തൊടാൻ പോകണ്ട, ഖല്ലൂ സബീലഹു, വഴിയങ്ങ് വിട്ടുകൊടുക്കൂ. അനസ് ഇബ്നു മാലിക് തങ്ങളെ തൊടാൻ പോകണ്ട. കൂടെയുള്ള അനുയായികൾ ചോദിച്ചു, അല്ല ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി, നിങ്ങളല്ലേ അനസ് ഇബ്നു മാലിക് തങ്ങളെ കൊല്ലാൻ പോയതല്ലേ? പക്ഷേ നിങ്ങൾ എന്തേ അനസ് ഇബ്നു മാലിക് തങ്ങളെ കൊല്ലാതെ വിടൂ, പോകട്ടെ എന്ന് പറയാൻ കാരണം എന്താണ്? ഉടനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി പറയാണ്, അതിന് കാരണമുണ്ട്. ആ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ രണ്ട് ഭാഗത്തും വലിയ രണ്ട് സിംഹം വാ തുറന്ന് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ സിംഹത്തെ കണ്ട് ഞാൻ പേടിച്ചതാണ്. എന്തുകൊണ്ടാണ് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരിക്ക് അനസ് ഇബ്നു മാലിക് തങ്ങളുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ സിംഹത്തെ കാണാൻ കഴിഞ്ഞത്? അത് അനസ് ഇബ്നു മാലിക് തങ്ങൾ സുബ്ഹിക്ക് ശേഷം പറഞ്ഞ ആ ദുആന്റെ പവറാണ്. ഒരു ചെറിയ ദുആയാണ്, പക്ഷേ വലിയ പവറുള്ള ദുആയാണ്. എന്നാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വഫാത്ത് ആസന്നമായപ്പോൾ തന്റെ ഖാദിമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ കുറെ കാലമായല്ലോ എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നാൽ നിന്നോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. ഇതാ നിനക്ക് ഞാനൊരു സമ്മാനം തരികയാണ്. ആ കടപ്പാടിന് പകരം നിനക്ക് ഞാനൊരു സമ്മാനം തരികയാണ്. അതെന്താണ് സമ്മാനം? അതേ, ഈ ദുആ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നും സുബ്ഹിക്ക് ശേഷം ഈ ദുആ അങ്ങ് ചെയ്താൽ ഒരു ശത്രുവിനും നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്കും നിന്നെ ശല്യം ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും നിന്നെ ആക്രമിക്കാൻ കഴിയില്ല. ഏതാണ് ആ ദുആ? ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഒരു ചെറിയ ദിക്റല്ലേ അത്, ഒരു ചെറിയ ദുആയല്ലേ അത്. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. പേരുകളെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ അല്ലാഹ്, ആ പേരുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്തുകൊണ്ട് ബിസ്മില്ലാഹി? ഒരു അല്ലാഹുവിന്റെ പേര്, അല്ലദീ എങ്ങനെയുള്ള അല്ലാഹുവാണ്, ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആ റബ്ബിന്റെ പേരോടുകൂടെ ഭൂമിയിലും ആകാശത്തിലും ഒന്നിനും ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. ആ പവറുള്ള ദുആ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും സുബ്ഹിക്ക് ശേഷം ഒന്ന് ദുആ ചെയ്തുകൂടെ? നിങ്ങളൊന്ന് ദുആ ചെയ്തുകൂടെ? ഇന്നത്തെ ചള്ളങ്കയം തലമുകർ വാള് ഞാൻ അവസാനിപ്പിക്കുമ്പോ അത് നിങ്ങൾക്കൊരു സമ്മാനമായി തന്നു നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളത്തെ സുബ്ഹിയോടുകൂടെ നമുക്കതിനൊരു തുടക്കം കുറിക്കണം. ദൂരെ ഇരുന്ന് എൻ്റെ വാള് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, വാള് കഴിഞ്ഞു പോയി അതാ വീട്ടിലെത്തിയാൽ ഇതങ്ങ് അവസാന ഭാഗമൊന്ന് കേൾക്കണം. എന്നിട്ടൊരു കടലാസിലങ്ങ് എഴുതിയെടുക്കണം. എന്നിട്ട് എന്നും സുബ്ഹിക്ക് ശേഷം അവിടുന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ദുആ ചെയ്തുകൂടെ? ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ബിസ്മില്ലാഹി റബ്ബിൽ അർളി വ റബ്ബിസ് സമാ. എന്നാൽ ഒരാൾക്കും ഞങ്ങളെ തൊടാൻ കഴിയില്ല, ഒരാൾക്കും ഞങ്ങളെ ശല്യം
ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും ഞങ്ങൾ ആക്രമിക്കാൻ കഴിയില്ല. ഇത് ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ധാരാളം ദുആ ചെയ്യാനും ധാരാളം ദിക്റുകൾ അധികരിപ്പിക്കാനും അതുവഴി ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുൾപ്പെടെയുള്ള മുഴുവൻ മഹാന്മാർ ഇപ്പോൾ എല്ലായിടത്തും ഉറൂസിൻ്റെ സമയമാണ്. ഇന്നലെയും ഞാൻ അതാ കർണാടകയിൽ കണ്ണങ്കാർ ഉറൂസിൽ വഅദ് പറഞ്ഞു. ഇന്ന് ചള്ളങ്കയം തലമുഖർ ഉറൂസിൽ വഅദ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ അതാ ആരിക്കാടി കടവത്ത് ഉറൂസിൽ വഅദ് പറയാനുണ്ട്. ഇപ്പം എല്ലായിടത്തും ഔലിയാക്കളുടെ ഉറൂസാണ്. ആ മഹാന്മാരോട് സ്നേഹം പ്രകടിപ്പിച്ച് ആ മഹാന്മാര് കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിച്ച് ദുനിയാവിൽ അവരെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. എത്രയോ ഔലിയാക്കളുടെ ഉറൂസുകളിൽ പോയി സാധുക്കളായ ഞങ്ങൾ വാതു പറഞ്ഞിട്ടുണ്ട്. ആ ഉറൂസുകളുടെ സദസ്സിൽ പോയി ഇരുന്നവരാണ് ഈ മുഅ്മിനീങ്ങളെല്ലാം. അവരെ ആരെയും ഞങ്ങൾ കണ്ടിട്ട് സ്നേഹിച്ചതല്ല. അവരെ എല്ലാവരെയും ഞങ്ങളെ കണ്ടിട്ടില്ല. കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. പക്ഷേ ഞങ്ങൾക്കെല്ലാം അവരുടെ ചാരത്ത് സമയം ചെലവഴിച്ചതിൻ്റെ ബറക്കത്തുകൊണ്ട് അവരെയൊന്ന് സ്വർഗത്തിൽ വെച്ച് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനേ. അതിന് ഞങ്ങളെ എല്ലാ സദസ്സുകളും നീ അതിന് കാരണമാക്കണം റഹ്മാനേ എന്ന് ദുആ ചെയ്തു ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ ഉറൂസ് പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്, ഓടി നടന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അല്ലാഹുവേ, പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ബസ് പുറപ്പെടാൻ സമയമായോ? കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്ന് കുറേ സമയം വൈകിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ബസ് പുറപ്പെടുന്ന് എല്ലാവരും പോയി അതിൽ കുത്തിയിരുന്ന്, അപ്പോൾ ബസ് പോകുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്കിന്ന് വേഗം നിർത്തണം, കൂടുതലൊന്നും. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ വേല നിർത്തിയത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനിയും വീണ്ടും വീണ്ടും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാനും പരിചയം പുതുക്കാനും ഞങ്ങൾക്ക് അല്ലാഹു ഒരുപാട് അവസരങ്ങൾ തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് റബ്ബേ ഈ സദസ്സിലുള്ള ഞങ്ങൾക്കും ഞങ്ങളെ വീടുകളിലുള്ള ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹജനങ്ങൾ, കുടുംബാംഗങ്ങൾ മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. 2 വർഷത്തിലാണ് ഒരിക്കലാണ് ഇവിടെ ഉറൂസ് നടക്കുക. അല്ലാഹു ഇനിയുള്ള കാലം അത് വളരെ ഭംഗിയായ നിലക്ക് ഖിയാമത്ത് നാൾ വരെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുടെ പൊരുത്തം ലഭിക്കും വിധത്തിൽ അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. അതിൻ്റെയൊക്കെ സന്തോഷം അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ മക്കളെ പരമ്പരക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഞാൻ പള്ളിക്ക് ആവശ്യമായ ഒരു സ്ഥലത്തിന് വേണ്ടി മുഅ്മിനീങ്ങളായ നിങ്ങളോട് സംഭാവന ചോദിച്ചിരുന്നു. അന്ന് എത്രയോ ആളുകൾ സഹായം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇന്നും ഈ കൊടുത്തത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറൊന്നും ഉണ്ടാവൂല. ആളുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇവിടുത്തെ ഖബറിസ്ഥാൻ എവിടെയാണ്? ഇവിടെ ഖബറിസ്ഥാനില്ലേ? ജുമാ പള്ളിയിൽ അല്ലേ? അള്ളാഹു അല്ലേ, നിങ്ങളൊക്കെ മരിച്ചാൽ അവിടെ തന്നെയല്ലേ കിടക്കാനല്ലേ? എന്നാണ് നമ്മളെ കരുതി വെക്കണേ. പക്ഷെ ആരൊക്കെ എവിടെ കിടക്കുമെന്നൊരു പിടുത്തമില്ല അല്ലേ? ചിലപ്പോൾ മദീനയിൽ കിടക്കേണ്ടി വന്നാലോ? അല്ലാഹു അക്ബർ, എന്താ അപ്പം അതിൻ്റെ ഒരു സന്തോഷം. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നല്ല ഇടം കിടക്കാൻ അള്ളാഹു തരട്ടെ.